കടൽ അതെന്നോ ഒരു അത്ഭുതം തന്നെയാണ്. അതുപോലെ തന്നെ തിരകളും. ഞാൻ ദീപക്. എനിക്ക് പറയാനുള്ളത് ഒരു കഥയല്ല, എൻ്റെ ജീവിതം തന്നെയാണ്. കടലോരത്ത് വീശുന്ന കാറ്റ് മനസ്സിന് പോസിറ്റീവ് എനർജി നൽകുമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ജീവിതത്തിലെ ചില നിർണായക നിമിഷങ്ങളിൽ അനുകൂലമായൊരു തീരുമാനം കണ്ടെത്താൻ ഇതിലും നല്ലൊരു സ്ഥലം വേറെ ഉണ്ടാവില്ല. ഇതാണ് എൻ്റെ ഗ്യാങ്. ഷാജോൺ അല്ല, ഞങ്ങളുടെ സ്വന്തം ഷാജിമോൻ. സജിത്ത്. സൗഹൃദത്തിൻ്റെ മാതൃകാ സഹപാഠികളൊന്നും ആയിരുന്നില്ലെങ്കിലും ഞങ്ങൾ മൂന്നുപേരായിരുന്നു കൂട്ട്. എല്ലാ ഗ്യാങ്ങിലും കാണും എല്ലാത്തിനും കൂടെ ഇറന്ന് നമ്മളെ പെടുത്തുകയും എന്നിട്ട് സ്വയം എസ്കേപ്പ് ആവുകയും ചെയ്യുന്നൊരു തെണ്ടി. അതെ, എൻ്റെ ഗ്യാങ്ങിലെ ആ തെണ്ടിയായിരുന്നു ഷാജിമോൻ. +2 പഠിക്കുന്ന കാലം. നാളെ പരീക്ഷ. ഒരു കോപ്പും അറിയാനും പാടില്ല. ഒന്ന് തുറന്നു നോക്കിയിട്ട് പോയേക്കാം. സ്വിച്ച് ഓഫ്. ദൈവമേ, എളുപ്പമുള്ളൊരു പേജ് തന്നെ കിട്ടണേ. ആരാണ്? എന്താ ഫോൺ എടുക്കായിരുന്നു? പഠിക്കായിരുന്നു. ഓ ശല്യം. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഒന്നുമില്ല. അതേ അളിയാ, നമുക്കേ തട്ടടിക്കാൻ പോലെ. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റുള്ളവനെ പഠിത്തം മുടക്കാൻ വന്നേക്കോ അത്തേണ്ടി. ഇന്ന് ഇറങ്ങി പോടാ. ആ സൈത്തൊക്കെ മുട്ടം പഠിത്തമായിരിക്കും. ആര്? ദേ അങ്ങോട്ട് നോക്കിയേ, അവനെയാണ് ആദ്യം പൊക്കിയത്. എടാ, പരീക്ഷയുടെ കാര്യം കളിച്ചൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. നിന്റെ അടുത്തിരിക്കാൻ ഞാനല്ലേ, നിന്നെ ജയിപ്പിക്കുന്നത് ഞാനിട്ട്. അതെ, ആ ബൈക്കിരിക്കാൻ തെണ്ടി പറയുന്നുണ്ട് കേട്ടോ. എന്നാ വാ പോവാം. കിടിലൻ ദോശയും ചമ്മന്തി ആയിരുന്നല്ലേ? ഇതേടാ നിന്റെ പതിവ് ലോട്ടറി പയ്യൻ വരുന്നു. ഇവൻ ഇന്നേ വരെ ഒരു വാക്ക് മിണ്ടെന്ന് ഞാൻ കണ്ടുള്ള. നീ പൊട്ടനാണോ? ഞാനൊരു വിൽസ് വാങ്ങാൻ കാശ് ചോദിച്ചാൽ അവൻ തരൂല. അവന് ലോട്ടറി എടുക്കാനൊക്കെ കാശുണ്ട്. എടാ, നിന്നെപ്പോലെ ഇറക്കാനവൻ വന്നിരുന്നെങ്കിൽ 10 പൈസ കൊടുക്കൂല. ഇത് അവൻ്റെ ഉപജീവന മാർഗമാണ്. എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യും. ഒരു ദിവസം ഇറന്ന് നീ എൻ്റെ അടുത്തും വരും. പിന്നെ പോടാ. ഒരക്ഷരം പോലും പഠിക്കാതെ തന്നെ എല്ലാ പരീക്ഷയും എഴുതിയോ ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം ഷാജിമോൻ എന്തൊക്കെ എഴുതിയോ അതെല്ലാം ഞാനും എഴുതിയിട്ടുണ്ടായിരുന്നു. ആളൊരു പഠിപ്പ് മുടക്കിയും അലമ്പനുമൊക്കെ ആയിരുന്നെങ്കിലും പരീക്ഷയ്ക്ക് കാണിച്ചു തരുന്ന കാര്യത്തിൽ അവനെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം ഞങ്ങൾക്ക് പരസ്പരം ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. വെക്കേഷൻ ഇവിടെ കൂട്ടുകൂടി നടന്ന് അലമ്പാവാതിരിക്കാൻ ഞങ്ങളെ ബന്ധുവീടുകളിലേക്ക് നാട് കടത്തി. പിന്നീട് റിസൾട്ട് വരുന്ന ദിവസമാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. ഇവന്മാരെ നോങ്ങണ്ടിട്ട് ശോഭമുള്ള പണി പാളുവോ? എന്താടൊന്നും മിണ്ടാതെ? ടെൻഷൻ ഉണ്ടാ? പിന്നില്ലേ, പരീക്ഷ ചെയ്തപ്പോന്നും കുഴപ്പമില്ല. പക്ഷെ റിസൾട്ട് വരുമെന്ന് ഇപ്പോൾ ഒരു പേടി. എനിക്കും പണിയിട്ടെന്നാ തോന്നണത്. എൻ്റെ അമ്മോ, പണി പാളിയാ. മെരിറ്റിൽ വല്ല കോളേജിലും അഡ്മിഷൻ കിട്ടിയാൽ നീ പഠിക്കാൻ പോയാൽ മതി. അല്ലാതെ കാശ് കൊടുത്തുള്ള പഠിപ്പൊന്നും തൽക്കാലം വേണ്ട. പിന്നെ തോറ്റെന്ന് പറഞ്ഞെങ്ങനെ നീ ഇങ്ങോട്ട് വന്നാ നിന്റെ മുട്ടുകാലി ഞാൻ തെല്ലുകൂടി. സാരമില്ലട മോനെ, ഇതിങ്ങനെ ആവുള്ളെന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നു. എടാ കൊച്ചനെ, ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നീ അമ്മാവിൻ്റെ കൂടെ അല്ല റബ്ബർ വെട്ടാൻ പോകും. നല്ല കാശാ. മച്ചാനെ, എടാ നമ്മ പാസ്സായി. 85% മാർക്കടാ. എനിക്ക് വയ്യതേ നോക്ക്. സത്യം പറയല, ഒട്ടും വന്നില്ലേ? നിന്റെ നോക്കട്ടെ. തോറ്റ വല്ല പണിക്കും പോയിക്കൊള്ളാ വീട്ടിൽ പറഞ്ഞേക്കണത്. നോക്കട്ടാ. എടാ ഫെയിൽഡ് എന്നാണല്ലോ കാണിക്കുന്നത്. എടാ പയ്യൻ ശോകമല്ല. ഞാൻ വിളിച്ചിട്ടാ.
സാരമില്ലടാ, എല്ലാം നല്ലതിനാണ്. തോറ്റെങ്കിൽ വല്ല പണിക്കും പോടാ. പിന്നെ പ്ലസ് ടു നോക്കുന്ന ആദ്യത്തെ ആളൊന്നുമല്ലല്ലോ നീ, പോട്ടടാ. ഒന്ന് കൊണ്ടുപോടാ അവൻ്റെ ഒരു ഇന്നത്തെ കേരള. ഒരാൾ തോറ്റ് സെൻറ്റി അടിച്ചിരിക്കുമ്പോഴാണ് മോനെ ലോട്ടറി കൊണ്ട് വരുന്നത്. ലോട്ടറി പയ്യൻസ്, ഇന്നെൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ലോട്ടറി ഞാൻ എടുക്കാം. ഇനി എന്താ പരിപാടി? വല്ല കോളേജിലും ഡിഗ്രിക്ക് കയറണം. അപ്പം വെറുതെ ഇരിക്കാൻ സമ്മതിക്കൂല. ഛേ, ഡിഗ്രിയാ? എടാ ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാടാ? നമുക്കേ എഞ്ചിനീയറിങ്ങിന് പോവാം. എഞ്ചിനീയറിങ്. എൻ്റെ അമ്മു, എൻജിനീയറിങ്ങാ? ചുമ്മാ നടക്കുന്ന കാര്യം വല്ലതും പറയടാ. വെറുതെ ചേർന്നാൽ മാത്രം മതിയാ? പാസ്സാവണ്ടേ? അയ്യോ, ഈ പൊട്ടാൻ സമ്മതിക്കുന്നില്ലല്ലോ. വെറുതെ മനുഷ്യനോരോ കുഴി ചാടിക്കാൻ വന്നേക്കുവാ തെണ്ടി. അളിയ, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. നിന്നെ പാസ്സാക്കുന്നവരും ഞാനേറ്റ്. എടാ, എനിക്ക് നിൻ്റെ അത്രയും പറ്റിയ കമ്പനി കിട്ടില്ല അളിയ. 4 വർഷം നമുക്ക് അടിച്ചു പൊളിക്കാം. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അങ്ങനെയാണെങ്കിൽ ശരി. ആ, പിന്നെ 4 ആളോട് പറയുകയും ചെയ്യല്ലോ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ് അല്ലേ. പാസ്സാവാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലായിരുന്നെങ്കിലും അങ്ങനെ ഞാൻ എൻജിനീയറിങ്ങിന് ചേർന്നു. എടാ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനില്ലേ. നമുക്കിത് മതി. സുഖമായിട്ട് പാസ്സാവടാ. എൻജിനീയറിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. കാരണം +2-ൽ സംഭവിച്ചതുപോലെ തന്നെ ഷാജിമോൻ്റെ അറിവുകൾ മുഴുവൻ എൻ്റെ പേപ്പറിലേക്ക് ഞാൻ എഴുതി. എൻജിനീയറിംഗ് എന്ന കടമ്പ വളരെ വിദഗ്ധമായി തന്നെ ഞാൻ മറികടന്നു. കുറച്ചു ആക്ടിവിറ്റീസിൽ മികവാട്ടിയ ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പ്ലേസ്മെൻറ്റുമായി. ലൈഫ് എല്ലാം കൊണ്ടും വിജയപാതയിലാണെന്ന് ഉറപ്പിച്ച ദിവസങ്ങൾ. പക്ഷേ ജീവിതത്തിലൊന്നിനും കുറുക്ക് വഴികളില്ല എന്ന സത്യം ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ഉയർന്ന ജോലി, ശമ്പളം, അങ്ങനെ ജീവിതം എല്ലാം കൊണ്ട് സമ്പന്നനായി എന്ന് ഞാൻ കരുതി. പക്ഷേ എളുപ്പവഴിക്ക് ഞാൻ കണ്ടെത്തിയ വിജയത്തിന്മേൽ ഇങ്ങനെയൊരു ദുരന്തം എന്നെ കാത്തിരിപ്പുണ്ടെന്ന് എനിക്കെപ്പോൾ അറിയില്ലായിരുന്നു. ഹലോ മീര, അദീപകിനോടൊന്ന് വരാൻ പറയൂ. സർ, മേ ഐ? യെസ് ദീപക്, കം. എന്താ സർ? ഇത്ര പഠിപ്പും മാർക്കും ഉണ്ടായിട്ട് എന്താടോ കാര്യം? ഒരു സിവിൽ റൂം പ്ലാൻ പോലും ശരിയാക്കാൻ അറിയില്ല. നിനക്കൊക്കെ ഏത് മറ്റവനാടാ ഡിഗ്രി വന്നത്? എൻ്റെ ജോലി 2 മാസം പോലും നീണ്ടു നിന്നില്ല. പക്ഷേ കഴിവിൻ്റെയും അറിവിൻ്റെയും മികവുകൊണ്ട് ഷാജുമോൻ ഉയർന്ന നിലയിൽ തന്നെ എത്തി. പിന്നെ സജിത്ത്. എടാ ഒരുപാട് ടൈമായി പോയാലോ? ഈ ലോട്ടറി ഞാൻ നിനക്കായി വാങ്ങിയതാ, നീ തന്നെ വെച്ചു. അവൻ്റെ ഒരു ലോട്ടറി. ലൈഫ് ചേഞ്ച് ആവുന്നത് പലപ്പോഴും നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരിക്കും. സത്യത്തിൽ അന്നവൻ ആ ലോട്ടറി എടുക്കില്ലായിരുന്നു. പക്ഷേ അന്ന് ഞാനവനെ കളയാക്കി വാങ്ങിക്കൊടുത്ത ആ ലോട്ടറിയിലായിരുന്നു അവൻ്റെ ഭാഗ്യം എഴുതപ്പെട്ടിരുന്നത്. ഇത് രണ്ടും. ഈ കട നിങ്ങളെയാണോ? അതെ, എന്താ? ആ ചെക്കൻ കൊള്ളാട്ടോ, ചുമ്മാ ഒന്ന് നോക്കാൻ കരുതാ. ഇത് കണ്ട?
എല്ലാമായിട്ടും ഒന്നുമാകാതെ ഞാനിന്ന് തിരയും വേണ്ടിയിരിക്കുന്നു. മറ്റു ജോലിക്ക് ശ്രമിക്കാമായിരുന്നു. പക്ഷേ ഇത്രയും മാർക്കിൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് എന്തിനാടാ ഈ ചെറിയ ജോലി എന്നുള്ള മറ്റുള്ളവരുടെ പരിഹാസ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതിന് ശ്രമിച്ചത്. ഇതൊരു ഏറ്റുപറച്ചിലല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതം കുറുക്കുവഴികളാൽ നിറച്ചവർക്കായുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. പക്ഷേ ഞാനിന്ന് ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നീങ്ങുകയാണ്. ഇതുവരെ എനിക്കുണ്ടായിരുന്ന ദുരഭിമാനം എന്ന വാക്ക് എൻ്റെ മനസ്സിൽ നിന്നെടുത്ത് ഈ കടലിൽ ഒഴുക്കാൻ കൂടിയാണ് ഞാനിന്നിവിടെ വന്നത്. Sometimes shortcut becomes longer. കടലോരത്ത് ഉപേക്ഷിക്കുന്ന എന്തിനേയും സ്വീകരിക്കാൻ വാശിയോടെ മത്സരിക്കുന്ന തിരകൾ. അമ്മായിയേ, ആ റബ്ബറൊന്ന് കത്തിയവിടെ.